ഹലോ. അപ്പോൾ ഇത് മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ കേട്ടോ. ചേച്ചീൻ്റെ മോളെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നേ അമ്പലത്തിൽ. നവരാത്രിയുടെ ടൈമിൽ എടുത്തു വെച്ച വീഡിയോ ആണ്. പക്ഷെ ഇപ്പോഴാണ് അത് പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം അമ്മയും മക്കളും ചേച്ചിമാരും അവരൊക്കെ നേരത്തെ പോയി. ഞാൻ പിന്നെ ജോലിക്ക് പോകുന്ന സമയമായതുകൊണ്ട് അപ്പോൾ എത്താൻ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ല, പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് അവിടെ എത്താൻ പറ്റി. അതിലും കുറച്ച് മുന്നേ, അരമണിക്കൂർ മുന്നേ ആയിട്ട് എത്തി. കാരണം പ്രോഗ്രാം തുടങ്ങാൻ ലേറ്റായി. അതുകൊണ്ടാണ് കറക്റ്റ് ടൈമിന് ഞാൻ അവിടെ എത്തിയത്. അപ്പം പിന്നെ മക്കളെല്ലാം കണ്ട് അവർ അവിടെ ഫുഡെല്ലാം കഴിച്ചിരിക്കുന്നു. പിന്നെ നല്ല തിരക്കില്ലതുകൊണ്ട് കയറി തൊഴാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഒരു ദിവസം കയറി തൊഴാന്ന് വെച്ച് പുറത്ത് നിന്ന് ഞാൻ തൊഴുതിട്ട് നേരെ അവിടെ മണ്ഡപത്തിൻ്റെ മുന്നിലോട്ട് വന്നാടി ഇരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നവരെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ചേച്ചിയുടെ മോളെ പ്രോഗ്രാം. ഫസ്റ്റ് ടൈം ആട്ടെ ഞാൻ മോളെ സ്റ്റേജിൽ കയറിയിട്ട് കാണുന്ന. ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം തോന്നി. കാരണം ആൾ ഇത്രയും നന്നായിട്ട് കളിക്കുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വീട്ടിൽ നിന്ന് അവളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നല്ലാതെ ആ ഒരു കോസ്റ്റ്യൂമിലൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവളത് കളിച്ച് കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു സന്തോഷം. അപ്പോൾ പിന്നെ അവരുടെ മോഹിനിയാട്ടത്തിൻ്റെ അരങ്ങേറ്റമായിരുന്നു. അപ്പോൾ അത് 2-3 പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ അരങ്ങേറ്റം അത് നല്ല അടിപൊളിയൊരു മോഹിനിയാട്ടമായിരുന്നു. നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ആടയില്ല. ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ലാസ്റ്റായിട്ട് എല്ലാ കുട്ടികളും കൂടിയിട്ടൊരു ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു ഡാൻസ്. അപ്പോൾ അതും ചെയ്ത് പിന്നെ അത്യാവശ്യം നല്ല പോലെ മഴയില്ലത് കൊണ്ട് പിന്നെ വേഗം തീർന്നു. പിന്നെ അവരെ പ്രോഗ്രാം കുറച്ച് സമയം ഇരുന്ന് കണ്ട് പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴേക്കും മഴയൊക്കെ കാരണം കുറച്ച് ആൾക്കാരൊക്കെ പോയായിരുന്നു. പിന്നെ ലാസ്റ്റ് വരെ ഇരുന്ന് പ്രോഗ്രാം കണ്ട്. അപ്പോൾ പിന്നെ അവരുടെ കുറേ എന്തൊക്കെയോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വന്നത്. പിന്നെ മോളെ ഫോട്ടോ കുറച്ചൊക്കെ എടുത്തായിരുന്നു. പക്ഷെ അത് എനിക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റിയില്ല. അതെൻ്റെ കയ്യിൽ നിന്നും പോയി. പിന്നെ അവർ ടീച്ചേഴ്സും കുട്ടികളൊക്കെ കൂടി നിന്ന് സ്റ്റേജിൽ നിന്ന് തന്നെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അവർക്ക് ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും വാശി പിടിച്ചുകൊണ്ട് പിന്നെ മോളെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ തിരിച്ച് വീട്ടിലെത്തി. അപ്പം അത്രയും